ശ്രീ ജോർജ് പൊടിപാറ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ജ്യോതിർഘോഷ് പറഞ്ഞ ഒരു കാര്യം, രണ്ട് ശരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രണ്ടുപേരും പറയുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് സത്യങ്ങളാണ്. പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തും അവരുടെ കയ്യിലിരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്ന സത്യങ്ങൾ അത് സത്യമായി വെളിച്ചത്ത് വരുന്നു എന്നുള്ളതാണ്. അങ്ങേക്കും അതേ അഭിപ്രായമാണോ? ഇപ്പോൾ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന സുകുമാരൻ നായർ എന്നുള്ള പല ഘട്ടങ്ങളിലായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമാണല്ലോ NSSന്റെ ഒരു സംരക്ഷണ സമിതി എന്നൊരു സംവിധാനം രൂപപ്പെടുകയും ചെയ്തത്. അതേക്കുറിച്ച് ശ്രീ ബ്രിഗേഡിയർ മോഹനപിള്ള വിശദമായി പറയും. പക്ഷേ ആ സംവിധാനം പല ഘട്ടങ്ങളിലും എടുത്ത നിലപാട്, പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലപ്പുറം ഇപ്പോൾ ഗണേഷ് കുമാർ പറയുകയാണ്. സ്മൃതി, എൻ്റെ ഇപ്പോൾ ജ്യോതിർഘോഷ് പറഞ്ഞ പഴയ എൻ്റെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. കാരണം അദ്ദേഹം ഇന്ന് ഉപയോഗിക്കാത്ത വേറൊരു വാചകം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചു. രണ്ട് ജീർണതകൾ തമ്മിലുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നുള്ളത്. ഇതിൽ ആരാണ് കൂടുതൽ ജീർണിച്ചത് അല്ലെങ്കിൽ ആരാണ് അല്പം കുറവ് എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ ധാരണകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മാടമ്പിത്തരത്തെക്കുറിച്ച് ഒരളവ് വരെ അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള അല്പത്തരത്തെക്കുറിച്ച് എല്ലാം ജനത്തിന് വലിയ കൃത്യമായ ധാരണകളുണ്ട്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുകൊണ്ട് സത്യത്തിൽ പലതും ആയുധമാക്കുകയാണ്. നമുക്കറിയാം, മന്നം സമുദായ ആചാര്യൻ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വൈക്കം സത്യാഗ്രഹത്തിലടക്കം മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്കൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിനുശേഷം NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആർക്കും അത്തരത്തിലുള്ള വലിയ ചരിത്രപരമായ പങ്കൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സമുദായ ആചാര്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിച്ച പങ്ക് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ വലിയ കാഹളം മുഴക്കിയ അല്ലെങ്കിൽ എപ്പോഴും സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ സ്ഥാനത്തിരിക്കുന്ന സുകുമാരൻ നായരുടെ പല പ്രവൃത്തികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, ബൗദ്ധികമായിട്ടും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള അവർക്കൊപ്പം എത്താനുള്ള ശേഷിയെക്കുറിച്ചും സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ വലിയ ബുദ്ധിരാക്ഷസനോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമില്ല. പക്ഷേ സംഘടനയെ എങ്ങനെ ചൊൽപ്പടിയിൽ കൊണ്ടുപോകാം എന്ന കാര്യത്തിൽ അദ്ദേഹം മറ്റു പലരെക്കാൾ മിടുക്കനാണ്. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ വലിപ്പം അറിയാം. ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് സിദ്ധിക്കുന്ന സവിശേഷമായ എന്താ പറയുക ചില സൗഭാഗ്യങ്ങളുണ്ട്. എളുപ്പത്തിൽ ഒരു NSS ജനറൽ സെക്രട്ടറിയെ ഒരു കാരണവശാലും പുറത്താക്കാൻ പറ്റില്ലെന്നും ആരൊക്കെ എന്തെല്ലാം കൊടുങ്കാറ്റുണ്ടാക്കിയാലും അത് ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായിട്ട് ഒടുങ്ങുക മാത്രമാണ് സാധാരണ സാഹചര്യത്തിൽ സംഭവിക്കുകയെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് സുകുമാരൻ നായർ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത്, ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഗണേശനല്ല, അതിലും വലിയ ആൾ, അതായത് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെ എത്രയോ വലിയവനായിരുന്നു R ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ഡയറക്ടർ ബോർഡിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നും അല്ലാതിരുന്ന ഞാനിപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നു. അദ്ദേഹത്തെ പോലും സൈഡ് ലൈൻ ചെയ്താണ് ഞാൻ ആ കസേരയിലൊക്കെ കയറിയിരുന്നത്. പിന്നെയാണോ മകൻ എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സുകുമാരൻ നായർ എല്ലാം തികഞ്ഞ ഒരാളല്ല. സത്യത്തിൽ NSS ജനറൽ സെക്രട്ടറി എന്ന കസേരയിൽ മഹാരഥന്മാരിരുന്ന ആ കസേരയിൽ ഇരിക്കാൻ എത്ര കണ്ട് യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിലും ആ സ്ഥാനത്തോട് അദ്ദേഹം എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പെരുമാറ്റമോ നയമോ അല്ലെങ്കിൽ നിലപാടുകളോ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒന്നും നമുക്ക് ഒരഭിപ്രായമില്ല. അതൊന്നും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുതയും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടുവരുന്ന ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന R ബാലകൃഷ്ണപിള്ളയുടെ മകൻ, അതുപോലെ തന്നെ മുൻ മന്ത്രി, ഇതൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, കേരള കോൺഗ്രസ് B നേതാവ്, ഇദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് എവിടുന്നാണ് ഈ ബോധതയുണ്ടായത്? അതായത് പത്തനാപുരത്തെ തോൽവിയിൽ നിന്നുണ്ടായ വലിയൊരു നിരാശയും അതുപോലെ തന്നെ ഒരു വലിയ ഫ്രസ്ട്രേഷനും, ആ തോൽവിക്ക് ഈ പറയുന്ന രീതിയിൽ പത്തനാപുരം NSS യൂണിയൻ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തെ ആ യൂണിയൻ പിരിച്ചുവിട്ടതും ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതും വലിയൊരളവിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തിലേക്ക് വഴിതെളിച്ചു. ആ പരാജയത്തിന് രാത്രി സമയത്ത് ആ യൂണിയനെ പിരിച്ചുവിട്ട് NSSനെ തനിക്കെതിരായി തിരിച്ച് തൻ്റെ പരാജയത്തിന് ഇന്ധനം പകർന്ന ഈ സുകുമാരൻ നായരോട് ഗണേഷ് കുമാറിന് തീർത്താൽ തീരാത്ത പക്ഷേ ശ്രീ പൊടിപാറ, ഗണേഷ് കുമാറിന്റെ പരാജയത്തിന് കാരണം അത് മാത്രമാണോ? മറ്റു വിഷയങ്ങൾ മാത്രമല്ല, നമുക്ക് അറിയാവുന്നതുപോലെ ഈ സമുദായ നേതാക്കൾ
തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ആഹ്വാനം അല്ലെങ്കിൽ ആഹ്വാനം എന്ന് തോന്നിക്കുന്ന പ്രതികരണങ്ങൾ അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചിട്ടില്ല. വിപരീതമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഓരോ സമയത്തും തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ പോലും സുകുമാരൻ നായർ പറഞ്ഞൊരു പ്രതികരണം നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓർമ്മയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ ആർക്കൊപ്പമായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആരാണ് ജയിച്ചത്? ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്ന ആഹ്വാനം നമുക്കറിയാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമുദായം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ചിലരൊക്കെ അതിനോട് വിയോജിച്ചേക്കാം. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഒരു സമുദായത്തെ മാത്രമായിട്ട് എടുത്താൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് പോയിട്ടുള്ള സമുദായങ്ങളിൽ ഒന്നാണ് ഈ നായർ സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആകെപ്പാടെ 13% മറ്റോ വരുന്നൊരു ജനസംഖ്യയാണ്. അതിനകത്ത് UDFനൊന്നും ഈ പറഞ്ഞ വലിയ തോതിലുള്ള വോട്ടൊന്നും ബാക്കിയില്ല നായർ സമുദായത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആരെയെങ്കിലും എന്താ പറയുക പഴിചാരിയേ പറ്റൂ. അദ്ദേഹം തോറ്റത് അതുകൊണ്ട് മാത്രമല്ലെന്നും അദ്ദേഹത്തിന് എന്ത് വിശ്വാസ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ഇപ്പോൾ ജനറൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ സമുദായത്തോടൊപ്പം നിൽക്കേണ്ടതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ അദ്ദേഹം MLA ആയിരുന്ന സമയത്തും മന്ത്രിയായിരുന്ന സമയത്തും NSS ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന സമയത്തും സുകുമാരൻ നായരെ വാഴ്ത്തിയതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സുകുമാരൻ നായർക്കെതിരെ അദ്ദേഹം തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്താണ്? നേരത്തെ കൃത്യമായിട്ട് ജ്യോതിർഘോഷ് പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ കോസിനോടൊപ്പം നിൽക്കുക. സുകുമാരൻ നായർക്കെതിരെ ഈ NSS സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കുന്തവനായിട്ട് മാറിയാൽ ആ കുന്തത്തിൻ്റെ ഉള്ള മനം ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്ഷീണിക്കുകയും ആ കോഴ്സ് തന്നെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രീയക്കാരിൽ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ഒരാളായ ഗണേഷ് കുമാറിനെ ഈ NSS സംരക്ഷണ സമിതി അവരുടെ മുന്നണി പോരാളിയായിട്ട് വാഴ്ത്തിയാൽ അല്ലെങ്കിൽ വാഴിച്ചാൽ യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ കുറെ കൂടി ശക്തനായി മാറുക എന്നതാണ് ഫലത്തിൽ സംഭവിക്കുക. ഇപ്പം തന്നെ നമ്മൾ കണ്ടു, തിരുവനന്തപുരം യൂണിയനും കൊല്ലം യൂണിയനും ഒക്കെ ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്നുള്ള രീതിയിൽ വലിയ ആവശ്യങ്ങളായിട്ട് രംഗത്ത്. അതിന് കേരളം മുഴുവൻ കേൾക്കാം. കാരണം അതാണ് NSSൻ്റെ ഒരു സ്വഭാവം. മൊത്തത്തിൽ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു, NSSൽ സുകുമാരൻ നായർ, ഒരു ഭാസ്കർ പട്ടേലരും ബാക്കിയുള്ള ആളുകളൊക്കെ ഡയറക്ടർ ബോർഡിലും പ്രതിനിധി സഭയിലുള്ള ഭൂരിപക്ഷം പേരും തനി തൊമ്മിമാരുമാണ്. അവർക്കൊന്നും ഒരു അഭിപ്രായമില്ല. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് മാത്രമാണ് അവിടെ വരുന്നത്. സുകുമാരൻ നായരോട് മുഖാമുഖം നിന്ന് ചോദ്യം ചെയ്യാനോ അതിനുള്ള ധൈര്യമൊന്നും ആർക്കില്ല. ഇനി അഥവാ ചോദ്യം ചെയ്താലും അതിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട്, അതിൻ്റെ ഭരണഘടന വെച്ചിട്ട് സുകുമാരൻ നായർക്ക് ഒന്നും ഒട്ട് സംഭവിക്കുകയില്ല. ഇതാണ് വസ്തുത. അല്ലെങ്കിൽ അതുപോലുള്ളൊരു കൊടുങ്കാറ്റായി ഇത് മാറണം. അതിന് ഗണേഷ് കുമാറിനെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.